ജയപ്രസാദ് സാർ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലെങ്കിലും അങ്ങനെ ഒരു നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ. ഒപ്പം അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഉണ്ടാവുകയാണ്, അതിനും കൂടി പരിഹാരം കാണണമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അതെന്തിനു വേണ്ടി എന്നൊരു ചോദ്യവും സ്വാഭാവികമായി വരും. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉള്ളതായി തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ ചർച്ച, ഇപ്പോൾ നടക്കുന്ന ചർച്ചയിൽ ഒരു അപകടമുള്ളത്, നമ്മൾ ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്നുള്ളത് പോലെ കേരളത്തിലെ വിദ്യാർത്ഥികളെ 3 സിലബസിൻ്റെ തലത്തിലേക്ക്, കാരണം ഇതിൽ പാരൻസിന് പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാനസികമായിട്ടൊരു അകൽച്ച ഉണ്ടാകുന്ന തരത്തിൽ ഗവൺമെൻറ് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ സാമൂഹ്യ നീതിയുടെ ഭാഗമായിട്ട് നമുക്ക് സബ്സിഡി ആകാം, റിസർവേഷൻ ആകാം, പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്കങ്ങനെ സബ്സിഡി കൊണ്ട് ക്വാളിറ്റി കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ഒരു വിശാലമായൊരു പഠനം, കേരളത്തിലെ സർവകലാശാലകൾ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലും കേരളത്തിലുള്ളതുപോലെ സമരാഭാസ കേന്ദ്രങ്ങളായി വിദ്യാഭ്യാസ മേഖല മാറുന്നില്ല. ഒരു ഭാഗത്ത് മയക്കുമരുന്നും മദ്യവും തുറച്ചു നോക്കുമ്പോഴാണ് മറുഭാഗത്ത് ഈ രാഷ്ട്രീയ ആഭാസവും നടക്കുന്നത്. നമുക്കിന്ന് ഞാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏതാണ്ട് ഒരു 5 പതിറ്റാണ്ട് വിദ്യാർത്ഥിയായിട്ടും അധ്യാപകനായിട്ടും അഡ്മിനിസ്ട്രേറ്ററായിട്ടും വർക്ക് ചെയ്ത ഒരാളെന്ന തരത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. കാരണം സംഘർഷഭൂമിയായി മാറുകയാണ് നമ്മുടെ സരസ്വതി ക്ഷേത്രങ്ങൾ. അപ്പോൾ എനിക്കറിയില്ല ഇന്നത്തെ കാലത്ത് സരസ്വതി ക്ഷേത്രം പറയുന്നത് സെക്കുലറിസമാണോ, അല്ലെങ്കിൽ അത് അംഗീകരിക്കുമോ കേരളത്തിൽ എന്നുള്ള തലത്തിലേക്ക്. ആ തരത്തിലേക്ക് നമ്മുടെ അധ്യാപക സമൂഹത്തിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടും നിലവാര തകർച്ചയും അതുപോലൊപ്പം തന്നെ മറ്റെല്ലാ തരത്തിലും. അപ്പോൾ നമ്മുടെ കുട്ടികൾ കേരളം വിട്ട്, അതായത് മിഡിൽ ക്ലാസ്സിൽ പെടുന്ന ആൾക്കാർ, ഒരു നിവൃത്തിയുള്ള ആളുകൾ അവരുടെ മക്കളെ ഡിഗ്രി സ്കൂൾ തലത്തിൽ കേരള സിലബസിന് പുറത്തും അതിനുശേഷം മറ്റ് സംസ്ഥാനങ്ങളിലും വിട്ട് പഠിപ്പിക്കുന്ന രീതിയുണ്ട്. കേരളത്തിൻ്റെ അയൽ ജില്ലകൾ ആയിട്ടുള്ള കന്യാകുമാരി ജില്ലയാണെങ്കിലും കോയമ്പത്തൂർ ജില്ലയും അതുപോലെ നമ്മുടെ ദക്ഷിണ കന്നഡ എന്ന മംഗലാപുരം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങൾ, സാങ്കേതിക വിദ്യാലയങ്ങളും മറ്റ് വിദ്യാലയങ്ങളുള്ളതാണ്. എന്തുകൊണ്ട്? മലയാളി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ കുട്ടികളെ ഇനിയും പുറത്തോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കരുത്. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളുണ്ടാവണം, പഠനങ്ങളുണ്ടാവണം. സമഗ്രമായ കേരള വിദ്യാഭ്യാസ മേഖലയെ ഒരു പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ചർച്ചകളുണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്നിപ്പം പറയേണ്ടവരൊക്കെ മൗനം പാലിക്കുകയാണ്. ഈ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. മന്ത്രി പോലും വളരെ നിരാശപ്പെടുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. നമുക്ക് ആരിൽ നിന്നാണ് നീതി ലഭിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ രക്ഷകർത്താവിന് തോന്നുക ഇത്തരമൊരു സാഹചര്യത്തിൽ.